തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് ഉപരോധം വ്യാപിപ്പിക്കാൻ നീക്കവുമായി ഇറാൻ. തന്ത്രപ്രധാനമായ ബാബൽ മാൻഡീബ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്തയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടെ ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിന് വേണ്ടിയുള്ള US-ന്റെ തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് ഇറാൻ പാരിതോഷികവും പ്രഖ്യാപിച്ചു. US-ന് 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തകർത്തത്. വിശദാംശങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇങ്ങനെ ഒരു പ്രതിരോധം ഇറാന്റെ ഭാഗത്തു നിന്ന് US-ഓ ഇസ്രായേലോ പ്രതീക്ഷിച്ചാണോ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്? കാരണം തുടക്കത്തിൽ തന്നെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിൻ്റെ മേലും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ മേലും സഖ്യരാഷ്ട്രങ്ങളുടെ മേലൊക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല, ഏകദേശം അമേരിക്കയുടെ 13 സൈനികരോളം കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, 2 യുദ്ധവിമാനങ്ങൾ തകർക്കുന്നു. ഇത് ഈ US-ന്റെ നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ഇങ്ങനെയൊരു പ്രതിരോധം അവർ പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് നിലവിലെ സാഹചര്യം? ടോം, യഥാർത്ഥത്തിൽ US-ഉം ഇസ്രായേലും ഇറാനെ വല്ലാത്ത രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ കണക്കാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം, അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഈ യുദ്ധം അത് ഇറാൻ വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ അവർ തങ്ങളുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് US-നും ഇസ്രായേലിനുമെതിരെ അഴിച്ചുവിട്ടത്. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ US-ന്റെയും ഇസ്രായേലിന്റെയും ഒരു മിസൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ വിമാനശേഷി, നാവിക സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഏത് വിധേനയും പിടിച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 US യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത്. അതും ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവ് വരുന്ന യുദ്ധവിമാനമായിട്ടുള്ള F-15 ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഇന്ന് രാവിലെ ഇറാന്റെ തെക്കൻ മേഖലയിലൂടെ പറക്കുന്നതിനിടെയാണ് ഈ F-15 വിമാനത്തെ ഇറാൻ വെടിവെച്ചിടുന്നത്. ഈ വിമാനത്തിൽ 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. 2 പേരും ഈ വിമാനം തീപിടിച്ചതിന് പിന്നാലെ ഇജക്റ്റായി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവർ 2 പേരും ഇറാന്റെ തെക്കൻ പ്രവിശ്യയിൽ തന്നെയാണ് വീണതെന്നാണ് അനുമാനിക്കുന്നത്. ഇതിൽ ഒരാളെ ഇസ്രായേൽ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റേയാളെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്ന ഈ ഒരു നിമിഷം വരെ ലഭ്യമായിട്ടില്ല. ഈ ഒരു സൈനികന് വേണ്ടി, ഈ ഒരു പൈലറ്റിന് വേണ്ടി ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇറാൻ അവരുടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെലിവിഷൻ വഴി ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അറിയിപ്പെന്ന് പറയുന്നത് ഇയാളെ ജീവനോടെയോ അല്ലാതെ പിടികൂടുന്ന ഇറാനിയൻ പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള പാരിതോഷികം നൽകുമെന്നാണ്. അപ്പോൾ ഇയാളെ പിടികൂടി വധിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ പിടികൂടി അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അമേരിക്ക മേഖലയിൽ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. അമേരിക്കയുടെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അതുപോലെ ഹെലികോപ്റ്ററുകൾ, മറ്റ് യുദ്ധവിമാനങ്ങൾ ഇവയെല്ലാം ഇറാന്റെ തെക്കൻ പ്രവിശ്യയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഇറാന്റെ പോലീസ് സംഘം ഇതിന് നേരെ വെടിയുതിർക്കുകയുൾപ്പെടെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മേഖലയിലുള്ള തെരച്ചിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. ഇവിടെ ഇറാന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു മേൽക്കൈ. ഈ സൈനികനെ സംബന്ധിച്ചെന്നാലും ഇറാനും നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. മറ്റൊരു വിമാനം തകർന്നത് ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് വെച്ചാണ്. ഇത് അമേരിക്കയുടെ A-10 വാർത്തോഗ് എന്ന് പറയുന്ന വിമാനമാണ് ഹോർമൂസ് കടലിടുക്കിന്റെ സമീപം വെച്ച് തകർന്നത്. ഇതും ഇറാൻ വെടിവെച്ചിടുകയായിരുന്നു. ഈ വിമാനത്തിലും 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും രക്ഷപ്പെട്ടതായിട്ടാണ് നിലവിൽ വിവരങ്ങളുള്ളത്. ഇവർ 2 പേരും വിമാനത്തിൽ നിന്ന് ഇജക്റ്റായിട്ട് ഗൾഫ് നാടുകളിലേക്ക് വീഴുകയായിരുന്നു. ഇവർ അവിടെ തന്നെ അഭയം തേടിയിട്ടുള്ളതായിട്ടും നിലവിൽ വിവരമുണ്ട്. അതേസമയം ഇറാൻ മേഖലയിലെമ്പാടും കടുത്ത
കടുത്ത രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അബുദാബിയിലേക്ക് ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ഒരു മിസൈലിന്റെ അവശിഷ്ടം തകർന്നു വീണ് 12 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേര് ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു ഈജിപ്ഷ്യൻ പൗരനും ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇറാന് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നടത്താനും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇറാനുള്ളിലുള്ള 2 പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് തീപിടിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. 2 ഇടങ്ങളിലും സ്ഫോടനം നടന്നതാണ്. എന്നാൽ ഇത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അമേരിക്ക 6-ാം തീയതി വരെ ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സൈനികർ ഇപ്പോൾ ഈ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ പറ്റി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ട്രംപിനെ ഈ വിവരം ധരിപ്പിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ BBC-ക്ക് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതുപോലെ ട്രംപ് NBC ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നെന്ന് പറഞ്ഞ് അത് സമാധാന ചർച്ചകളെ ബാധിക്കില്ല എന്നാണ്. മറ്റ് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി US-ന്റെ ഭാഗത്ത് നിന്ന് ഈ വിമാനങ്ങൾ തകർത്തതിന്റെ പ്രകോപനമാണോ ഈ അങ്ങനെ ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടോ? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് US-ന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുമുള്ള ആക്രമണങ്ങൾ എങ്ങനെയാണെന്നാണ്. അതിനിടെ ഈ US-ന്റെ കരസേനാ മേധാവിയെ പുറത്താക്കിയതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ഈ ഇറാനുമേലുള്ള ആക്രമണത്തിലൊക്കെ വലിയ ഒരു പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം US പ്രതിരോധ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് US പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇറാനിലുള്ള ഈ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് തീപിടിച്ചതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അവിടെയുള്ള മഷ്ഹർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിലും അതുപോലെ തന്നെ ബന്ദർ ഇമാം എന്ന് പറയുന്ന ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിലുമാണ് നിലവിൽ തീപിടുത്തങ്ങൾ ഉണ്ടായത് എന്നാണ് വിവരമുള്ളത്. അതുപോലെ തന്നെ ടെഹ്റാനിലുള്ള സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ ടെഹ്റാനിൽ തന്നെയുള്ള ഒരു സ്കൂൾ, അതായത് ഒരു മ്യൂസിക്കൽ സ്കൂളിന് നേരെ നിലവിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ സ്കൂളിന് കാര്യമായിട്ടുള്ള കേടുപാടുകളടക്കം സംഭവിച്ചതായിട്ടും നിലവിൽ വിവരമുണ്ട്. ഇപ്പോൾ എന്തായാലും അമേരിക്ക ഈ ആക്രമണങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവരുടെ ഒരു നീക്കം എന്നത് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായ കാര്യമായിരുന്നു. കാര്യം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ആദ്യം അവരുടെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും കേന്ദ്രീകരിച്ചായിരുന്നു US-ന്റെ ആക്രമണമെങ്കിൽ നിലവിൽ അവർ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. അതായത് പാലങ്ങൾ, പിന്നെ ഹെൽത്ത് സെന്ററുകൾ, ഇവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നു. ഇറാനിലുള്ള ഏതാണ്ട് 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹെൽത്ത് സെന്ററിന് നേരെ ആക്രമണം നടന്നിരുന്നു. അതുപോലെ ഇറാനിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം ആക്രമിച്ച് തകർക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ പാലം തകർത്തതിൽ മരണസംഖ്യ 13 ആയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. 2 ആക്രമണങ്ങൾ ഈ പാലത്തിന് നേരെ നടന്നതായിട്ടും വിവരമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് ഇറാൻ തങ്ങളുടെ പ്രതിരോധം അത് കൂടുതൽ കടുപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇപ്പോൾ US-ന്റെ ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത് ഉൾപ്പെടെ നടന്നത്. അതുപോലെ തന്നെ US-ന്റെ ഒരു MQ-1 ഡ്രോണിനെയും വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് IRGC തങ്ങളുടെ പ്രസ്താവനയിൽ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അത് ഈ ആക്രമണങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ സമർപ്പിച്ചിരുന്ന UN-ലെ ഒരു പ്രമേയം അത് നിലവിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനാണ് ഇരുന്നത്. അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന ഒരു കടലെടുക്ക് കൂടി ഉപരോധിക്കാനുള്ള ഒരു നീക്കവും ഇറാൻ നടത്തുന്നതായിട്ടും വിവരമുണ്ട്. വ്യക്തമാണ്. സുധാ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നോക്കിയത്. ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ രീതിയിലുള്ള ഒരു പ്രതിരോധം അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചു കാണില്ല. വലിയ നാശനഷ്ടങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മേലും ഉണ്ടാകുന്നുണ്ട്.